അടുത്ത ഗ്രാമത്തിൽ ഒരു ഉത്സവം കാണാൻ പോയതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കാറ്റ്, ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് കാറ്റിനെ കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ റോഡൊക്കെ സൂപ്പറാണ്, ഡിവൈഡറൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ ഭാഗങ്ങളിലും ഡിവൈഡറില്ല. നിങ്ങൾ ചോദിക്കാം ഏതാണ് ഈ റോഡ്? ഇതാണ് മുണ്ടൂർ റോഡ്. ഇവിടെ ഒരു നായ്ക്കുട്ടിയൊക്കെ ഉണ്ട്. ഇവിടെ ഇവിടുന്നൊരു കാളവേല സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കടപ്പുറത്ത് കടകളൊക്കെ സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പാരവന്റ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇത്രയും നേരം ഞങ്ങളുടെ യാത്ര എവിടേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പുന്നാമ്പറമ്പ് പൂരം കാണാൻ പോവുകയാണ്. ഇപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. നാളെ പകരപ്പൂരത്തിന് 40 ആനകൾ വരെ ഉണ്ടാവും. പുന്നമ്പറമ്പ് പൂരത്തിൻ്റെ രാത്രി കാഴ്ചകളാണിത്. ഇതേപോലെ ഒരു രാത്രി പൂരം കണ്ടിട്ട് കുറേ കാലങ്ങളായി. കിഴക്കമ്പൂരത്തിൻ്റെ ഒരു പോസ്റ്റർ കണ്ടോ, ആനയെല്ലാം നിൽക്കുന്നതിൻ്റെ. രാത്രി പ്രധാനമായി കാളപ്പൂരാണ് ഉള്ളത്. ഡബിൾ കാളുകൾ ഒരുപാടുണ്ടാവും. അതെല്ലാം അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഏകദേശം 2 മണിയാവും. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും നല്ല തിരക്കാണ്. ഈ തിരക്കെല്ലാം അമ്പലത്തിൽ തൊഴാൻ വന്ന ആൾക്കാരുടെയും അതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്ന ആൾക്കാരുടെയും തിരക്കാണ്. ഈ തിരക്കിൽ ഞങ്ങളും ഓരോ കാഴ്ചകൾ കണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ തിരുവാതിരക്കളി ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഡ്രസ്സെല്ലാം അണിഞ്ഞിട്ട് കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ടോ. ഇവരൊക്കെ തിരുവാതിരക്കളി പങ്കെടുക്കാൻ വരുന്ന ആൾക്കാരാണ്. അവർ വണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരു പറമ്പിലെ കാഴ്ചകളെന്ന് നോക്കാം. ആ കാഴ്ചകളിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു. ഇന്നിവിടെ ശരിക്കും ഉത്സവ രാവണ്യാണ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, ഇവിടെ കാണാൻ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. എന്ത് വേണമെങ്കിൽ ഇവിടെ. ബാംഗ്ലൂരിൽ നിന്നുള്ള ചാവിറ്റോസ് അടക്കുന്നുണ്ട്. എന്താണോ കിട്ടുന്നത് നമുക്കറിയില്ല. അതല്ല അതിൽ പൊരി മുറുക്ക് അത് കാണാൻ പോകുന്നുള്ളൂ. പണ്ടൊക്കെ ഇത്തരം ഉത്സവങ്ങളിൽ കൂടുതലായിട്ടുണ്ടാവുന്ന പൊരി മുറുക്കൊക്കെയാണ്. ഇപ്പോൾ പുതിയ പുതിയ ഫുഡ്സൊക്കെയാണ് കിട്ടാറുള്ളത്, കാണാറുള്ളത്.
ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം അമ്പലപ്പറമ്പിൽ ചെലവഴിച്ചു. തിരക്ക് കൂടി വരാൻ തുടങ്ങി. ഞങ്ങൾ നേരത്തെ വന്നേക്കാട്ടും തിരക്കുണ്ട് ഇപ്പോൾ. പിന്നാമ്പറമ്പ് ഒരു കാഴ്ചയുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ നന്ദി.